നമസ്കാരം, ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം. ഇന്നത്തെ ചർച്ചാ വിഷയം രാഹുൽ ഗാന്ധി സ്വന്തം തോൽവികൾ സ്വന്തം റിട്ടയർമെൻറ്റിന് വേണ്ടി വരുത്തിക്കൂട്ടുന്നതാണോ എന്നുള്ളതാണ്. എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് രാഹുൽ ഗാന്ധി സ്വന്തം തോൽവികൾ സ്വയം വരുത്തി തീർക്കുന്നതാണ്, അല്ലെങ്കിൽ ആ തോൽവികൾ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളെല്ലാം ചെയ്യുന്നത്. പോളിറ്റിക്സിൽ നിന്നുള്ള സ്വന്തം വിരമിക്കലിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ്, അതിൽ ചില കാരണങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് റീസൺ, രാഹുൽ ഗാന്ധിയുടെ ബിഹേവിയർ തന്നെ നോക്കൂ. അയാൾ എന്താ പറയുക, സ്വന്തം പാർട്ടിയിലോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ കാര്യങ്ങളിലോ ആൾ പ്രവർത്തിക്കുന്ന രീതി, അല്ലെങ്കിൽ അതിനോട് ആൾ എത്രത്തോളമാണ് ആത്മാർത്ഥത കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ചില കാലങ്ങളായിട്ട്, ചില വർഷങ്ങളായിട്ട് കണ്ടാൽ തന്നെ അറിയാം. ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതായത് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി വാഴ്ത്തിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്കതിൽ വലിയ താല്പര്യമില്ല എന്നുള്ള രീതിക്കാണ് ആളുടെ പെരുമാറ്റങ്ങളും ആളുടെ എന്താ പറയുക സംസാരവും എല്ലാം. പാർട്ടി മീറ്റിങ്ങുകളിലാകട്ടെ, അല്ലെങ്കിൽ പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യുന്ന, പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മീറ്റിങ്ങുകളിലാകട്ടെ, അല്ലെങ്കിൽ പാർട്ടിയുടെ റാലികളിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ സമ്മേളനങ്ങളിലോ ആയിക്കോട്ടെ, ആൾ വന്ന് പങ്കെടുക്കുന്നത് തന്നെ വലിയ താല്പര്യമില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് ആളുടെ പെരുമാറ്റങ്ങളിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം. അവിടെ ആൾ വലിയൊരു ഫിയർസി സ്പീച്ചോ അല്ലെങ്കിൽ അണികൾക്ക് ഉദ്വേഗം തരുന്ന രീതിക്കുള്ള സ്പീച്ചുകളോ അങ്ങനെയൊന്നും കൊടുക്കാനുള്ള താല്പര്യമൊന്നും ആൾ കാണിക്കുന്നുമില്ല, ചെയ്യുന്നുമില്ല. പിന്നെ ആൾ എന്താ പറയുക, ചില പഴഞ്ചൻ അല്ലെങ്കിൽ എന്താ പറയുക ഒന്നിനും കൊള്ളാത്ത ചില സ്റ്റേറ്റ്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ അലിഗേഷൻസുമായിട്ടോ മുന്നോട്ട് വരും. അതിനെന്തെങ്കിലും പ്രൂഫ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഒന്നിനും കൊള്ളാത്ത ചില പ്രൂഫ് എടുത്ത് മുന്നോട്ട് വയ്ക്കും. ഇതെല്ലാം എന്തുകൊണ്ട് ഞങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എൻ്റെ ജോലിയല്ല. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിക്ക് ജനങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. അങ്ങനെയുള്ള എന്താ പറയുക, ഒരു വലിയ റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു ലീഡർഷിപ്പാണ് ആൾ കാഴ്ചവെക്കുന്നത് റീസെൻറ്റ് ഇയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് 10 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, ആൾ സ്വന്തം ഫെയിലിയേഴ്സിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇലക്ഷൻസിൻ്റെ മുന്നിലോ ഫെയിലിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള ഒരു ധാരണ ഉണ്ടാകുമ്പോൾ തന്നെ ആൾ അബ്സ്കോണ്ടിങ് ആവുകയാണ്. റെസ്പോൺസിബിളായിട്ടുള്ള ഒരു ലീഡർ എന്നുള്ള രീതിക്ക് തെറ്റ് സംഭവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീഴ്ച സംഭവിക്കുന്ന സമയത്തോ അവിടെ നിന്ന് നിങ്ങളുടെ അണികൾക്ക് ഊർജ്ജമേകുക. അതായത് ഒരു തെറ്റ് സംഭവിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ തോൽവി സംഭവിക്കുകയാണെങ്കിലും ആ സമയത്ത് അണികൾ ചിതറിയോടുകയാണെങ്കിൽ പോലും അതിൻ്റെ നേതാവാണ് അവിടെ നിന്ന് എല്ലാവരെയും ഒന്നിപ്പിക്കേണ്ടത്. പക്ഷേ ഇവിടെ നേതാവ് തന്നെ ഒളിച്ചോടുകയാണ് ചെയ്യുക. ഒന്ന് ഇലക്ഷൻ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ആൾ അടുത്ത സെക്കൻഡ് കൊളംബിയയിലേക്കോ ഇറ്റലിയിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫോറിൻ പ്ലേസസിലേക്ക് ടൂറാണ് പോകുക. ഇതാണ് ആളുടെ ഒരു പെരുമാറ്റം. ഒരു റെസ്പോൺസിബിൾ ലീഡർ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് അറിഞ്ഞിരുന്നു പോലും അയാൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ആളുടെ മീഡിയയുമായിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസ് ആണ്. മീഡിയ ഒരു മോഡിയുടെ കീഴിൽ നടക്കുന്ന ഒരു മീഡിയയാണ് എന്നുള്ള രീതിക്ക് മീഡിയാസിനെ എന്താ പറയുക ശകാരിക്കുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, മീഡിയാസ് തന്നിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ആളുടെ പെരുമാറ്റം മുഴുവൻ. അതായത് എന്നെ ഫോക്കസ് ചെയ്യരുത്, എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യരുത്, എനിക്ക് ലൈം ലൈറ്റ് തരരുത് എന്നുള്ള രീതിക്ക് തന്നെയാണ് ആളുടെ എല്ലാവിധ പെരുമാറ്റങ്ങളും ഉള്ളത്. മീഡിയാസിനോട് ദേഷ്യപ്പെടുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളൊന്നും എന്നെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും എനിക്കൊരു വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് ആളുടെ പെരുമാറ്റം. മീഡിയാസിനെ ഇൻസൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു ടാക്റ്റിക്കാണ് ആൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ആൾ പുതിയ ഇൻ്റർവ്യൂസ് ഒന്നും തരാറില്ല. അങ്ങനെ ഇൻ്റർവ്യൂസ് തരികയാണെങ്കിൽ പോലും അത് കൊടുക്കുന്നത് മോസ്റ്റ്ലി ഫോറിൻ കൺട്രീസിലായിരിക്കും. ആ ഫോറിൻ കൺട്രീസിൽ പോയിട്ടും ആൾ മീഡിയയ്ക്ക് എന്താ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്, ഇന്ത്യ ശരിയല്ല, ഇന്ത്യയുടെ ഡെമോക്രസി ശരിയല്ല, ഇന്ത്യയുടെ ഡെമോക്രസി മരിക്കാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താ പറയുക ഇലക്ഷൻസ് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള രീതിക്ക് ഇന്ത്യയെ ഒരു ഡിഫെയിം ചെയ്യുക എന്നുള്ള രീതിക്കാണ് ആളുടെ പെരുമാറ്റം അല്ലെങ്കിൽ സംസാരം മുഴുവനും ഇന്ത്യക്ക് പുറത്ത് ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ തനിക്കെതിരെ എത്രത്തോളം ഇന്ത്യയിൽ ഒരു ഹേറ്റ് വേവ് ഉണ്ടാക്കും എന്നുള്ളത് അറിഞ്ഞിരുന്നു പോലും, അതായത് ഇന്നും ഇന്നലെയോ രാഷ്ട്രീയത്തിൽ വന്ന ആൾക്കാരൊന്നുമല്ല രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അവരുടെ ഫാമിലി. അതായത് കഴിഞ്ഞ 3-4 തലമുറയായിട്ട് ഫാമിലി പോളിറ്റിക്സിലുണ്ട്. താങ്കൾ പറയുന്ന വാക്കുകൾ എത്രത്തോളം ജനങ്ങളിൽ എത്തിച്ചേരും എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇരുന്നിട്ട് പോലും ഇന്ത്യക്കെതിരെ സംസാരിച്ച് തനക്കൊരു ആൻറ്റി ഇന്ത്യൻ ഒരു മുദ്ര പതിപ്പിക്കപ്പെടുമെന്ന് അറിഞ്ഞിരുന്നു പോലും രാഹുൽ ഗാന്ധി അത് പറയണമെങ്കിൽ ഹി ഡെലിബറേറ്റ്ലി വാണ്ട്സ് ടു പുട്ട് എ ഫേസ് ദാറ്റ് ഹീസ് എൻ ആൻറ്റി ഇന്ത്യൻ, അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ വെറുക്കണം, അല്ലെങ്കിൽ ഇയാൾ പാർട്ടിക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോ ഒരു അർഹതയില്ലാത്ത പേഴ്സണാലിറ്റി ആണ് എന്നുള്ള രീതിക്ക് ജനങ്ങൾ ചിന്തിക്കണം എന്നുള്ള ഒരു ഡെലിബറേറ്റ് ഇൻറ്റൻഷൻസോട് കൂടെയാണ് ആൾ സംസാരിക്കുന്നത് പോലെയാണ് ആളുടെ പെരുമാറ്റങ്ങൾ മുഴുവൻ നമുക്ക് ആ ഇൻ്റർവ്യൂസിലും കാണാൻ കഴിയുന്നത്. അതായത് ഡെലിബറേറ്റ്ലി തൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേച്ചറിനും പദവിക്കും ചേരാത്ത രീതിക്കുള്ള തന്നെ ഒരു ഇൻകംപിറ്റൻ്റ് ആയിട്ടുള്ള ലീഡറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള രീതിക്കാണ് ആളുടെ പെരുമാറ്റം പോലും. ആളത് മുഖത്ത് നോക്കി പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയല്ല. ഇത്രയും വലിയ പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ നിന്ന്, ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിൽ നിന്ന് വന്ന ഒരാൾക്ക് താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് ഇങ്ങനെ പോയി ചേരില്ല അങ്ങനെ പോയി ചേരില്ല എന്ന് തിരിച്ചറിവ്
ഇല്ലാത്ത ഒരു ആളൊന്നും ആയിരിക്കില്ല രാഹുൽ ഗാന്ധി. അത്രത്തോളം താൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് പോയി ചേരുക എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നിട്ടും രാഹുൽ ഗാന്ധി ഇങ്ങനെ പെരുമാറണമെങ്കിൽ, ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ, ഇങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഓബ്വിയസ്ലി തനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇൻകംപീറ്റൻറ്റ് ലീഡറായിട്ടുള്ള ഒരു മുദ്ര കിട്ടുകയാണെങ്കിൽ പോലും അത് സാരമില്ല എന്നുള്ള രീതിക്കാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അതിനർത്ഥം അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്സ് ആവശ്യമില്ല, ഇതിപ്പോൾ ഈ പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ ഞാൻ വേറെ പണി നോക്കി പൊയ്ക്കോളും എന്നുള്ള രീതിക്കാണ് ആളുടെ പെരുമാറ്റം. അങ്ങനെയുള്ള ഒരു പെരുമാറ്റം എന്തിനാണ് ഒരാൾ ഡെലിബറേറ്റായിട്ട് ചെയ്യേണ്ട ആവശ്യം? എനിക്ക് പൊളിറ്റിക്സ് ആവശ്യമില്ല, ഞാൻ പുറത്ത് പോകാൻ ശ്രമിക്കുന്നു, പക്ഷേ നിങ്ങൾ എന്നെ പോകാൻ വിടുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ മാത്രമേ ഒരാൾക്കത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഞാൻ ഈ പൊളിറ്റിക്സിലേക്ക് വന്നു, എനിക്കത് ആവശ്യമില്ല, ഞാൻ പുറത്തേക്ക് പോകുന്നു എന്നുള്ള സാഹചര്യത്തിൽ എന്നെ തടയാൻ ആരുമില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എനിക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് തോൽവികളെല്ലാം തന്നു, എനിക്ക് ഇനി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, ഞാൻ പൊളിറ്റിക്സിൽ നിന്ന് റിട്ടയർ ആകുന്നു. അങ്ങനെ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് രാഹുൽ ഗാന്ധിക്കും ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമുള്ള ഒരാൾക്ക് മാത്രമേ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നെ ഒരു ഇൻകംപിറ്റൻ്റായിട്ടോ അല്ലെങ്കിൽ തന്നെ പോകാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾ പോയാലും കുഴപ്പമില്ല എന്ന് പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അത് രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം സ്പോയിൽഡ് ചൈൽഡ്ഹുഡ്. അതായത് രാഹുൽ ഗാന്ധിയുടെ ചൈൽഡ്ഹുഡിൽ രാഹുൽ ഗാന്ധി സ്പോയിൽ ചെയ്യപ്പെട്ടു എന്നുള്ളതല്ല, മറിച്ച് രാഹുൽ ഗാന്ധിയുടെ ചൈൽഡ്ഹുഡ് തന്നെ സ്പോയിൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി അസാസിനേറ്റ് ചെയ്താണ് മരിക്കുന്നത്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അസാസിനേറ്റ് ചെയ്താണ് മരിക്കുന്നത്. സോ ഇത് തന്നെ ഒരു വലിയൊരു ട്രോമയാണ്. അത്രയും വലിയൊരു പേഴ്സണാലിറ്റി തന്നെ അസാസിനേറ്റ് ചെയ്ത് കൊല്ലപ്പെടുന്നു എന്ന് പറയുന്ന സമയത്ത് അവരുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അത് എത്രത്തോളം ഒരു ഭീതി ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് കാര്യം. കാരണം രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഉള്ള ഒരാൾക്ക് അത് സംഭവിക്കുന്ന സമയത്ത് അടുത്ത ടാർഗറ്റ് താനായിരിക്കും എന്നുള്ള ഒരു ഭയം ഈ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഭയം കാരണം തന്നെ ഈ ഫാമിലിക്ക് സാധാരണഗതിയിൽ അവരുടെ മുത്തശ്ശി മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അച്ഛൻ മരിച്ചതിന് ശേഷം ഗ്രാജുവലി അവരുടെ സെക്യൂരിറ്റി ഫീൽ എന്നുള്ളത് വന്നിട്ട് ഒരുപാട് ടൈറ്റൻ ചെയ്യപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈലാണ് അവരുടേത്. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവർക്കൊരു ഐസ്ക്രീം കഴിക്കണമെങ്കിൽ പോലും വേറെ ആരെങ്കിലും ഒരാളെ ഐസ്ക്രീം നക്കി നോക്കി അതിൽ വിഷമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇവർക്ക് ആ ഐസ്ക്രീം കഴിക്കണമെങ്കിൽ. അവർ നക്കി നോക്കി ഐസ്ക്രീം ഇവർ കഴിക്കുമെന്നുള്ളതല്ല, പക്ഷേ ഇവർ കഴിക്കുന്നതിന് മുന്നേ തന്നെ ആരെങ്കിലും ഒരാൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി അതിൽ വിഷമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം കഴിക്കണം എന്നുള്ള ഒരു സാഹചര്യമുള്ളൊരു ലൈഫ് സ്റ്റൈലാണ്. അത്രയും ടൈറ്റൻ സെക്യൂരിറ്റി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജയിലിൽ കിടക്കുന്ന പോലുള്ളൊരവസ്ഥയാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ജീവിച്ച് വളരുന്ന ഒരു പയ്യൻ എത്രത്തോളം ഫ്രീഡം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നോക്കിക്കോളൂ. രാഹുൽ ഗാന്ധി ബോൺ വിത്ത് ഗോൾഡൻ സ്പൂണാണ്. അത്ര ലക്ഷറിയിൽ ജനിച്ച ഒരാൾക്ക് ഇങ്ങനെയുള്ളൊരു ഇംപ്രസൻ്റ് ആയിട്ടുള്ള ലൈഫിൽ ജീവിക്കുന്ന സമയത്ത് അതിൻ്റെ ലക്ഷറി ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അതായത് തോന്നിയ പോലെ ഫ്രണ്ട്സിനോട് പുറത്ത് പോകാൻ പറ്റില്ല, ഒരു തിയേറ്ററിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ജോളിയായിട്ട് എവിടെയും പോകാൻ പറ്റില്ല. ഞാനിത് പറഞ്ഞു വരാനുള്ള കാരണം നമ്മളെപ്പോലെ നോർമൽ ലൈഫ് എൻജോയ് ചെയ്ത് ഒരു നോർമൽ ലൈഫ് അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സണെ പോലെ ജീവിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് ജീവിക്കാൻ പറ്റാത്ത ഒരാൾക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുകയുള്ളൂ. നമുക്ക് നോർമലായിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അത്രയും സ്വത്തും പണവും എല്ലാം ഉള്ള ആൾക്കാരല്ലേ, അവർക്ക് എന്ത് എൻജോയ്മെൻറ്റിൻ്റെ കുഴപ്പം എന്ന് നമുക്ക് തോന്നും. സാധാരണ പോലെ മനുഷ്യന്മാരുടെ കൂടെ സംസാരിക്കാനോ പഴകാനോ അവർക്ക് കഴിയില്ല. അവരുടെ കൂടെ സംസാരിക്കുന്ന ആൾക്കാരിൽ 90% പേരും പോളിറ്റിക്സിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പോളിറ്റിക്സ് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. സോ അങ്ങനെ ജനിച്ച് വളരുന്ന ഒരാൾക്ക് ഒരു നോർമൽ ലൈഫ് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവും. അതൊരു അത്യാഗ്രഹമായി പോലും പല സമയവും എന്താ പറയുക ബാക്കി നിൽക്കുന്ന ചാൻസസ് കൂടുതലാണ്. അദ്ദേഹം രാഷ്ട്രീയം തിരഞ്ഞെടുത്തല്ല, അദ്ദേഹത്തിനെയാണ് രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നത്. അതായത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ കിരീടം തലയിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും അറിയാം, സോണിയാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് വരാൻ ചാൻസ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ടിരുന്നത്. ആ സമയത്ത് BJP ബാക്കിയുള്ള ഹിന്ദു ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഓപ്പോസിഷനിൽ ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാർ മുഴുവനും ഒരു ഫോറിൻ നാഷണൽ, അതായത് ജന്മം കൊണ്ട് ഫോറിനായ ഒരു ആളെ ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ സമ്മതിക്കില്ല എന്ന് വലിയൊരു ക്യാമ്പയിൻ എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിക്ക് വരാൻ കഴിഞ്ഞില്ല. ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വേണം എന്നുള്ളതും അത്യാവശ്യമായിരുന്നു. കാരണം ആ കുടുംബമാണ് കോൺഗ്രസ്സാണ് ആ കുടുംബം എന്നുള്ള ഒരു പ്രതിച്ഛായ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ ക്ലീനായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി അത് എന്താ പറയുക, അത് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മരിച്ചത്. സോ ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വന്നാലേ കോൺഗ്രസിന് മുഖമായി കാണിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള സാഹചര്യം വന്ന സമയത്താണ് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി ആക്കിയപ്പോൾ പോലും ആ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് ലീഡറായിട്ട് രാഹുൽ ഗാന്ധിക്ക് വരേണ്ടി വന്നത്. ഇൻഫാക്ട് രാഹുൽ ഗാന്ധിക്ക് മുൻപ് പ്രിയങ്ക ഗാന്ധിയായിരുന്നു തീരുമാനിക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിറ്റർ ഹാഫായ വാദ്രയുടെ കൗശലങ്ങൾ കാരണം പ്രിയങ്ക ഗാന്ധിയും വരുന്നത് ചോദ്യചിഹ്നമായിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് വരേണ്ടി വന്നത്. രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി എപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യപ്പെട്ട ആളായിരുന്നു എന്നുള്ളത് പലരും ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഈ പെരുമാറ്റത്തിന് പോലും, അതായത് ഈ വലിയ റെസ്പോൺസിബിലിറ്റി കാണിക്കാതെ ഈ പാർട്ടിയിൽ പെരുമാറുന്നതിനുള്ള കാരണം പോലും അതായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്.
അടുത്ത കാരണം എന്ന് പറയുന്നത് INC ഒരിക്കലും രാഹുൽ ഗാന്ധിയെ പോകാൻ സമ്മതിക്കില്ല. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അവർ പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ INC സംബന്ധിച്ചിടത്തോളം, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗാന്ധി ഫാമിലി അല്ലെങ്കിൽ ഈ നെഹ്റു ഫാമിലിയാണ് INC എന്ന് പറയുന്നത്. INC എന്ന് പറയുന്നതാണ് ഈ ഫാമിലി. അതായത് ഈ ഫാമിലി അല്ലാതെ വേറെ ആരും അതിൽ ലീഡറായിട്ട് വരാൻ നെഹ്റു സമ്മതിച്ചിട്ടില്ല, മോത്തിലാൽ നെഹ്റു സമ്മതിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി സമ്മതിച്ചിട്ടില്ല. രാജീവ് ഗാന്ധിക്ക് അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. സോ ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് മുന്നേ കംപ്ലീറ്റ്ലി അത് ഒരു അവരുടെ ഫാമിലി പാർട്ടിയാണ് എന്നുള്ള രീതിക്കുള്ള ഒരു ഫ്രെയിം വർക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. സോ ഈ ഫാമിലി ഇല്ലാതെ കോൺഗ്രസിനും പുറത്ത് വരാൻ പറ്റില്ല. ഈ ഫാമിലി അല്ലാതെ വേറെ ഏതെങ്കിലും മോൻ കൊണ്ട് മുമ്പത്ത് കാണിച്ച് ഒരു ഇലക്ഷൻ നേരിട്ട് കഴിഞ്ഞാൽ ഇപ്പം കിട്ടിയ തോൽവിയേക്കാളും ദയനീയമായ തോൽവിയായിരിക്കും അവർക്ക് കിട്ടുക. സോ അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഒരിക്കലും രാഹുൽ ഗാന്ധിയെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതായത് ഇത്രയും കാലം കോൺഗ്രസ്സിനെ ഇവരുടെ കുടുംബം ഉപയോഗിച്ചു കൊണ്ടിരുന്നതിനെ പോലെ ഇപ്പോൾ കോൺഗ്രസ് ഈ കുടുംബത്തിനെ ഉപയോഗിക്കുന്നു. അതായത് ഇത്രയും കാലം ഈ കോൺഗ്രസ്സിനെ ഉപയോഗിച്ച് നിങ്ങൾ നേടിയെടുത്തതിന് പകരമായിട്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ച് ജീവിതം ഞങ്ങൾക്കും തന്നിട്ട് പോയാൽ മതി എന്നുള്ള ഒരു ധാരണയിലാണ് കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരിക്കലും രാഹുൽ ഗാന്ധിയെ വിടില്ല. കാരണം ഈ ഫാമിലിയിൽ നിന്ന് ഒരാൾ പോലും ഇല്ലാതെ ഇവിടെ നിന്ന് പോയാൽ, അതായത് ഈ ഫാമിലി കോൺഗ്രസിനെ കൈയൊഴിഞ്ഞാലോ അല്ലെങ്കിൽ കോൺഗ്രസ് ഈ ഫാമിലിയെ കൈയൊഴിഞ്ഞാലോ അടുത്ത മാസങ്ങളിൽ കോൺഗ്രസ് 1000 പീസായിട്ട് പൊട്ടിത്തെറിക്കും. 1000 ഗ്രൂപ്പുകൾ മാറും. അത് 1000 പാർട്ടികളായിട്ട്, തദ്ദേശ പാർട്ടികളായിട്ട് മാറും. അതോടെ പാർട്ടിയുടെ എന്താ പറയുക ഹിസ്റ്ററി തന്നെ ഇല്ലാതാവും എന്നുള്ളതാണ് സത്യം. അത് കോൺഗ്രസ്സിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഫാമിലി ഇത്രയും താങ്ങി പിടിച്ച് നിൽക്കുന്നത്. ഇത്രയും ദയനീയമായ മാനംകെട്ട തോൽവികൾക്ക് ശേഷവും രാഹുൽ ഗാന്ധി തന്നെയാണ് നേതാവ്, രാഹുൽ ഗാന്ധി ദൈവമാണ് എന്നുള്ള രീതിക്ക് അത് ചാപ്പയടിച്ച് നിർത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സോ INC ഒരിക്കലും രാഹുൽ ഗാന്ധിയെ പോകാൻ അനുവദിക്കില്ല. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പോകാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഈ INC മാത്രമല്ല, മറിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ഫോറിൻ സോയിൽസിലുള്ള ആൻറ്റി ഇന്ത്യ ഫോഴ്സസ് കൂടിയാണ്. ആ ഫോഴ്സസിനെ ഇന്ത്യയിൽ ഉള്ള ഈ നാഷണലിസ്റ്റിക് ഫോഴ്സസിനെയോ അല്ലെങ്കിൽ നാഷണലിസ്റ്റിക് ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ BJP പോലെയുള്ള ഹിന്ദുത്വ ഗ്രൂപ്പ് പ്രോ നാഷണലിസ്റ്റിക് ഫോഴ്സസിനെയോ അവർക്ക് എതിർക്കണമെങ്കിൽ, അവരുടെ അജണ്ടകൾ ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ അവരെ എതിർക്കാൻ അവർക്ക് INC ആവശ്യമാണ്. INCക്ക് രാഹുൽ ഗാന്ധി ആവശ്യമാണ്. രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ INC ഇല്ല. INC ഇല്ലെങ്കിൽ ഈ ആൻറ്റി ഇന്ത്യ ഫോഴ്സസും ഇല്ല. അപ്പോൾ അവർക്ക് ത്രൂ ചെയിൻ രാഹുൽ ഗാന്ധി ആവശ്യമാണ്. രാഹുൽ ഗാന്ധി ഉള്ളിടത്തോളം കാലമേ INC ഉണ്ടാവുള്ളൂ. INC ഉള്ളിടത്തോളം കാലമേ അവർക്ക് ആൻറ്റി ഇന്ത്യ പോളിസീസ് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ രാഹുൽ ഗാന്ധി ഉണ്ടാവുക എന്നുള്ളത് അവരുടെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന് ലൈഫ് ത്രെട്ടൻസ് പോലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ പോലെയോ മുത്തശ്ശിയെ പോലെ തന്നെ ആയിരിക്കും നിൻ്റെയും അന്ത്യം എന്നുള്ള രീതിക്ക് പോലും ഭീഷണി രാഹുലിന് ഉണ്ടാവാം. സോ ഇത്തരത്തിലുള്ള കാരണങ്ങൾ മൂലം രാഹുൽ ഗാന്ധി ഒരു എന്താ പറയുക, ഒരു ചെയിൻഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയുടെ നയങ്ങൾ, അതിനെ ചുറ്റിയുള്ള പോളിറ്റിക്സ്, ഇതെല്ലാം അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്നുള്ളത് ആണ് ഒരു സാഹചര്യം. അദ്ദേഹത്തിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ ഗേൾ ഫ്രണ്ടിനെ അദ്ദേഹം കല്യാണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം. പക്ഷേ സോണിയാഗാന്ധിക്ക് എന്ത് സംഭവിച്ചു? സോണിയാഗാന്ധി ഒരു ഫോറിൻ നാഷണൽ കൊണ്ട് മാത്രം തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും ഇന്ത്യൻ പോളിറ്റിക്സിൽ ഒരു തലപ്പത്തേക്ക് എത്താൻ പറ്റിയില്ല. സോ രാഹുൽ ഗാന്ധിയും അതേപോലെ ഒരു ഫോറിൻ നാഷണലിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ, രാഹുൽ സ്നേഹിച്ചുകൊണ്ടിരുന്ന പെണ്ണ് മെക്സിക്കൻ ആണെന്ന് തോന്നുന്നു, വെറോണിക്ക കാർട്ടോലി എന്നുള്ളൊരു സ്ത്രീ, അവരും ഒരു ഫോറിൻ നാഷണലാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ആ സ്ത്രീയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയെ പോലെ തന്നെ ഇവനും വെളിനാട്ടിനോടാണ് ബന്ധം എന്നുള്ള ഒരു സ്റ്റേച്ചർ വരും എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ സ്വന്തം പാർട്ടി തന്നെ എതിർക്കുകയും രാഹുൽ ഗാന്ധിക്ക് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പാർട്ടിക്ക് വേണ്ടി, ഈ കുടുംബത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ പാരമ്പര്യത്തിന് വേണ്ടി രാഹുൽ ബലി കൊടുത്തത് സ്വന്തം മുത്തശ്ശി, സ്വന്തം അച്ഛൻ, സ്വന്തം ചൈൽഡ്ഹുഡ്, സ്വന്തം ലവ്, ഈ കാര്യങ്ങളെല്ലാം ഒരു കാരണമില്ലാണ്ട് ഈ കുടുംബത്തിൽ ജനിച്ചുപോയി എന്നുള്ളൊരു കാരണത്തിന് വേണ്ടി മാത്രം ഈ സ്വന്തം ചൈൽഡ്ഹുഡും സ്വന്തം ചെറുപ്പവും സ്വന്തം ടീനേജും ഇതെല്ലാം ബലി കൊടുക്കേണ്ടി വന്ന ഒരു ആളാണ് രാഹുൽ ഗാന്ധി. സോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇന്ന് പുറത്ത് പോകാനും ഇപ്പോൾ കഴിയില്ല. കാരണം ദ സെയിം പോളിറ്റിക്സ് വിച്ച് ബ്രോട്ട് ഹിം ഇൻടു ദീസ് മെസ്സസ്. അങ്ങനെയുള്ള ഒരാൾ പുറത്ത് പോകണമെങ്കിൽ അദ്ദേഹത്തിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഈ പാർട്ടി തന്നെ നീ ഇവിടെ നിന്ന് പോയി തൊലഞ്ഞാൽ മതി എന്നുള്ളൊരു രീതിക്ക് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരേ ഓപ്ഷൻ. അതായത് ഒന്ന് ഈ പാർട്ടി വർക്കേഴ്സും പിന്നെ പാർട്ടിയും രാഹുൽ ഗാന്ധി ആവശ്യമില്ല എന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ഇതിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേഷൻ. അതായത് സ്വയം തൻ്റെ പെരുമാറ്റങ്ങൾ മൂലം, തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് മൂലം ജനങ്ങൾക്ക് മുന്നിൽ ഒരു ഇൻകോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു നേതാവാണ് എന്നുള്ള രീതിക്ക് വരുത്തി തീർക്കുക, തുടർന്ന് തോൽവികൾ ഉണ്ടാക്കി കൊടുക്കുക, തോൽവികൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് എസ്കേപ്പായി പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം ഒരു കാലഘട്ടത്ത് ഈ പാർട്ടിക്ക് തന്നെ ഇയാളെ കൊണ്ട്
ബുദ്ധിമുട്ടായി തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇനി രാഹുൽ ഗാന്ധി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ തന്നെ മാനേജ് ചെയ്തോളാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഓബ്വിയസ്ലി ഈ പാർട്ടി സമ്മതിക്കും, നിങ്ങൾ പൊയ്ക്കോളൂ എന്നുള്ളത്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേഷൻ, എൻ്റെ ഒരു ഐഡിയ. സോ അതിനു വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഈ ഇലക്ഷൻസിൽ നിന്ന് മാറി നിൽക്കുന്നതും റെസ്പോൺസിബിൾ അല്ലാതെ പെരുമാറുന്നതും ആൻറ്റി ഇന്ത്യ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നതും. ഇതെല്ലാം ചെയ്യുന്നതോടെ രാഹുൽ ഗാന്ധി ഒരു ഇൻകംപിറ്റൻ്റ് ആയിട്ടുള്ള ലീഡർ എന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങളിലേക്ക് വരും. ജനങ്ങളിൽ വരുന്നതോടെ ഇലക്ഷൻസിൽ കോൺഗ്രസ് തോൽക്കാൻ തുടങ്ങും. കോൺഗ്രസ് തോൽക്കാൻ തുടങ്ങുന്നതോടെ കോൺഗ്രസിൻ്റെ മറ്റു ലീഡേഴ്സും കോൺഗ്രസിൻ്റെ താഴെയുള്ള പാർട്ടി വർക്കേഴ്സും രാഹുലിൻ്റെ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. രാഹുലിൻ്റെ ലീഡർഷിപ്പ് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതോടെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതോടെ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിലും നമുക്ക് ഇനി വേറെ വഴിക്ക് മാനേജ് ചെയ്യണം എന്നുള്ള ഒരു കോർണറിലേക്ക് ഈ പാർട്ടി തള്ളപ്പെടുകയും ആ സമയത്ത് രാഹുൽ ഗാന്ധി ശരി കുഴപ്പമില്ല, ഞാൻ മാറി നിൽക്കുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും ചോദിക്കാനോ തടയാനോ നിൽക്കില്ല. രാഹുൽ ഇതിനു മുമ്പ് ഞാൻ പാർട്ടി വിട്ട് പോകുമെന്നൊരിക്കൽ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ആരും പോകാൻ സമ്മതിച്ചില്ല, അതും കൂടി നമ്മൾ മുന്നിൽ കണ്ടതാണ്. സോ അതുപോലെ ഇനി ഒരിക്കൽ രാഹുൽ ഗാന്ധി മാറി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പാർട്ടി രാഹുലിന് തടയില്ല, അതിന് പകരം വേറെ ലീഡറെ കൊണ്ടുവരാനേ ശ്രമിക്കുകയുള്ളൂ. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേഷൻ. സോ രാഹുൽ ഗാന്ധി ഒരു പപ്പുമല്ല, രാഹുൽ ഗാന്ധി ഒരുപാട് ബ്രില്യൻ്റ് ആയ ഒരു പേഴ്സൺ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന് പോകണമെന്നുള്ള പ്ലാനെ കഴിഞ്ഞ 15 വർഷമായിട്ട് സ്ലോ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇപ്പോൾ പാർട്ടിയെ കൊണ്ട് തന്നെ കുടുംബമില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഫാമിലിയിൽ നിന്ന് ആര് പോളിറ്റിക്സിലേക്ക് വരില്ല എന്ന് പുറത്തു പോകുകയാണെങ്കിലും പാർട്ടി അതിനെ വലിയൊരു കാര്യമായിട്ട് എടുക്കുകയില്ല, പൊയ്ക്കോളൂ എന്നുള്ള രീതിക്ക് പാർട്ടി പറയുകയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ BJPയുടെ പങ്ക് എന്താണ്, BJP അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും BJP ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രാഹുലിനെ. രാഹുൽ ഗാന്ധിക്ക് പോളിറ്റിക്സിൽ നിന്നും റിട്ടയർമെൻറ്റ് വേണം എന്നുള്ള കാര്യം BJPക്ക് നേരത്തെ തന്നെ അറിയാം. മോഡി അമിത്ഷാ കൂട്ടുകെട്ടിന് ഈ കാര്യം നേരത്തെ തന്നെ അറിയാമെന്നും മോഡി ഷാ കൂട്ടുകെട്ടാണ് രാഹുൽ ഗാന്ധിക്ക് റിട്ടയർമെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്നുമാണ് എൻ്റെ കാൽക്കുലേഷൻ. അതായത് രാഹുൽ ഗാന്ധിക്ക് പുറത്ത് പോകണം, പക്ഷേ ഈ പാർട്ടി പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധി ഒരു വശത്ത് നിന്ന് താനൊരു ഇൻകംപീറ്റൻ്റ് ആയിട്ടുള്ള ലീഡറാണ് എന്നുള്ള രീതിക്ക് ഈ പ്രകടനങ്ങൾ നടത്തുകയും അതേസമയം ഓപ്പോസിറ്റുള്ള BJP അല്ലെങ്കിൽ മോഡി ഷാ കൂട്ടുകെട്ട് രാഹുൽ ഗാന്ധി ഒരു ഇൻകംപീറ്റൻ്റ് ആയിട്ടുള്ള ലീഡറാണെന്ന് വരുത്തി തീർക്കാൻ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുകയും നോക്കൂ രാഹുൽ ഗാന്ധി ഇൻകംപീറ്റൻ്റ് ആയിട്ടുള്ള ലീഡറാണ്, രാഹുൽ ഗാന്ധി ഈ പാർട്ടിയെ നശിപ്പിക്കുമെന്നുള്ള രീതിക്ക് വരുത്തി തീർക്കുകയും നിങ്ങൾ വേറെ ലീഡറെ കൊണ്ടുവരണം എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യുകയാണ് ഓപ്പോസിറ്റിലുള്ള BJP ചെയ്യുന്നത്. അതിന് മുഖ്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കിയാൽ രാഹുൽ ഗാന്ധി വന്ന പുതിയതിൽ രാഹുൽ ഗാന്ധിനെ പേഴ്സണലായിട്ട് ഒരുപാട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത് മോഡി ആയാലും അമിത്ഷാ ആയാലും ഡയറക്റ്റായിട്ട് രാഹുലിനെ പപ്പുവാക്കി മാറ്റിയത് ഇവർ രണ്ടുപേരും കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന രണ്ട് പേര് ഈ അടുത്ത കാലങ്ങളിലായിട്ട്, അതായത് ഈ കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് രാഹുൽ ഗാന്ധിയെ സ്ട്രൈറ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ രാഹുലിനെ കുറിച്ച് സംസാരിക്കാനോ ഒന്നും അവർ നിൽക്കുന്നില്ല. മറിച്ച് കോൺഗ്രസിൻ്റെ തന്നെ ഇൻകംപീറ്റൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് നിങ്ങളൊരു നല്ലൊരു ലീഡർ എടുക്കൂ എന്നുള്ള രീതിക്കാണ് അവർ സംസാരിക്കുന്നത്. കാരണം എന്താണ്, രാഹുൽ ഞങ്ങൾക്കൊരു വർത്തിയറായിട്ടുള്ള ലീഡറേ അല്ല എന്നുള്ള രീതിക്ക് BJP കൊണ്ടുവരുന്നു. അതിന് പകരം ശശി തരൂരിനെ പ്രൊമോട്ട് ചെയ്യാൻ BJP ശ്രമിക്കുന്നു. അതായത് രാഹുൽ പോയിക്കോട്ടെ, രാഹുൽ ഒരു കംപീറ്റൻ്റ് ലീഡറേ അല്ല, ഞങ്ങളുടെ ആവശ്യം എന്താണ്, കോൺഗ്രസ് മുക്ത ഭാരതമാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോൺഗ്രസ്സിലേക്ക് ഈ കുടുംബ വാഴ്ച അവിടെ നിന്ന് അവസാനിപ്പിക്കണം, ഇത്രയാണ് അവർ പറയുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ കോൺഗ്രസിനെ ഇല്ലാതാക്കും, അങ്ങനെ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് കുടുംബത്തിനെ മാറ്റി നിർത്തിയിട്ട് വേറെ ലീഡർ കൊണ്ടുവരും എന്നുള്ള രീതിക്ക് ശശി തരൂരിനെ മുൻനിർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ ലിങ്ക് മനസ്സിലായില്ലേ? രാഹുൽ ഗാന്ധിക്ക് പുറത്ത് പോകണം, അപ്പോൾ രാഹുൽ ഗാന്ധി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അടുത്തുള്ള BJPക്ക് പറയാം. അപ്പോൾ BJP ഹെൽപ്പ് ചെയ്യുന്നു. ശരി, നിങ്ങൾ റിട്ടയർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാർട്ടി തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കി തരികയാണെങ്കിൽ അല്ലെങ്കിൽ ആൻറ്റി ഇന്ത്യ ഫോഴ്സസ് നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്ലേ ചെയ്യും. അതായത് ഒരു ഇൻകംപീറ്റൻ്റ് ലീഡർ എന്നുള്ള രീതിക്ക് നിങ്ങൾ ഇവിടെ എല്ലാ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യും, ഞങ്ങളത് ഏറ്റെടുത്തോളാം എന്നുള്ള രീതിക്ക് BJP അത് ഏറ്റെടുത്ത് ശശി തരൂരിനെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു ഇൻകംപീറ്റൻ്റ് ലീഡറായിട്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഒരു നറേറ്റീവ് ഇവിടെ ഉണ്ടാക്കുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും മനസ്സിലാവും. ശശി തരൂരിനെ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഒരു BJP തന്നെ ഇയാളാണ് കോൺഗ്രസിനെ പറ്റിയ ഒരു ലീഡർ എന്നുള്ള രീതിക്കാണ് BJP തന്നെ നെറേറ്റീവ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി എന്നൊരു പ്രശ്നമേ അല്ല, പക്ഷേ ശശി തരൂർ വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ശരിക്കും ഞങ്ങൾക്കൊരു ഓപ്പോസിറ്റായിട്ടുള്ള ഒരു വെർത്തറായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് മാറും എന്നുള്ള രീതിക്ക് ശശി തരൂരിനെ പ്രൊമോട്ട് ചെയ്യാൻ BJP ഡെലിബറേറ്റായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് രാഹുൽ ഗാന്ധിയും ചെയ്യുന്നത്. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി രാഹുൽ ഗാന്ധി ശശി തരൂർ എന്നുള്ളൊരു ഗ്രൂപ്പ് സ്പ്ലിറ്റ് ഉണ്ട് എന്നുള്ള രീതിക്ക് ഉണ്ടാക്കി തീർക്കാൻ രാഹുൽ ഗാന്ധി തന്നെ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണ്, രാഹുൽ ഗാന്ധി പോയാലും ഇവിടെ വേറൊരു ഓപ്പോസിറ്റ് ലീഡർ ഉണ്ട് എന്നുള്ള രീതിക്ക് ശശി തരൂരിനെ പ്രൊമോട്ട് ചെയ്യാൻ രാഹുൽ ഗാന്ധിയും ശ്രമിക്കുന്നുണ്ട്. ഖാർഗെയാണ് പിന്നീട് പ്രസിഡൻ്റായി വന്നതെങ്കിലും അവിടെ ചർച്ചാ വിഷയമായത് എന്തുകൊണ്ട് ശശി തരൂരായില്ല. അപ്പോൾ ശശി തരൂരാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ലീഡർ അല്ലെങ്കിൽ വെർത്തിയർ ആയിട്ടുള്ള ലീഡർ എന്ന് വരുത്തി തീർക്കാൻ സ്വയം രാഹുൽ ഗാന്ധിയും ഓപ്പോസിറ്റിൽ നിന്ന് BJPയും രണ്ടുപേരും കൂടി ചേർന്ന് ഒരു പ്ലോട്ട് ശ്രമിക്കുന്നുണ്ട്. സോ രാഹുൽ ഗാന്ധി വാണ്ട്സ് ടു ക്വിറ്റ്,
പക്ഷേ അത് അദ്ദേഹത്തിന് എളുപ്പത്തിൽ സാധിക്കില്ല. കാരണം അതിന് ചുറ്റിയുള്ള പോളിറ്റിക്സാണ്. ഈ പാർട്ടി വിടില്ല. ഈ പാർട്ടിക്ക് രാഹുൽ ഗാന്ധി ഇല്ലാതെ നടക്കില്ല. ഇനി സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിയിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ, തനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ഒരു പെണ്ണ് സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഒരു നോർമൽ ലൈഫ് ജീവിക്കണമെങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് സമാധാനമായിട്ട് റിട്ടയർ ചെയ്ത് ജീവിക്കണമെങ്കിൽ, അദ്ദേഹത്തിന് ഒരിക്കലും ആവശ്യമില്ലാതിരുന്ന ഈ പോളിറ്റിക്സിൽ നിന്ന് അദ്ദേഹം സ്വയം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മാറിപ്പോകണമെങ്കിൽ അദ്ദേഹത്തിനുള്ള ഒരേ വഴി എന്ന് പറയുന്നത് ഈ പാർട്ടിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോവുക. അങ്ങനെ റിട്ടയർ ചെയ്ത് പോകാൻ ഇവർ സമ്മതിക്കണമെങ്കിൽ പോകുന്നതിന് മുൻപ് രാഹുൽ ഗാന്ധി നമുക്ക് ആവശ്യമില്ല എന്നുള്ള രീതിക്ക് കോൺഗ്രസിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അങ്ങനെ പോകുന്നതിന് മുമ്പ് ആ പാർട്ടി അനാഥമായിട്ട് വിട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു നല്ല ലീഡറെ അവിടെ പോസ്റ്റ് ചെയ്തിട്ട് പോവുക. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി സ്വയം തൻ്റെ തോൽവികളെല്ലാം ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ആൾ റാലികളിൽ മര്യാദയ്ക്ക് പങ്കെടുക്കാത്തത്, അല്ലെങ്കിൽ ഇംപ്രോപ്പറായിട്ട് ഇറസ്പോൺസിബിളായിട്ട് പെരുമാറുന്നത്, എസ്കേപ്പ് ആകുന്നത്, അബ്സ്കോണ്ട് ആവുന്നത്. ഇതെല്ലാം ചെയ്ത് താനൊരു ഇൻകോമ്പിറ്റൻറ്റ് ലീഡറായിട്ട് വരുന്നു എന്ന് വരുത്തി തീർക്കുക. അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹം, അദ്ദേഹത്തിന് ഈ പോളിറ്റിക്സ് ഇഷ്ടമല്ല, അവരുടെ കുടുംബത്തിനെ പോലെ ഈ പോളിറ്റിക്സിൽ നിന്നെല്ലാം ആൾ മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സാധാരണ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടതുകൊണ്ടാണ് മോഡിയും അമിത്ഷായും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഒരു സ്വന്തം അച്ഛനെ പോലെ മകനത് താല്പര്യമില്ല, മകനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെയാണ് മോഡി രാഹുലിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മോഡി അമിത്ഷാ 2 പേരും കൂടി അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് നിന്ന് ശശി തരൂരിനെ ബൂസ്റ്റ് ചെയ്യുകയും രാഹുൽ ഗാന്ധിക്ക് ഒരു നൈസായിട്ടുള്ള ഒരു വേ ഔട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം താഴെ കമൻറ്റിൽ പറയുക. നന്ദി, നമസ്കാരം. ഞാൻ ജീവൻ കുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം.